ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോങ് ബോൾ കൗണ്ടറിൻ്റെ സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാം ബ്ലാങ്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മാനേജേഴ്സ്, അതേപോലെ ഫോർമേഷന്, അതുപോലെ ഒരു വെറൈറ്റി ഒരു ഫോർമേഷൻ ഉണ്ട്. അത്യാവശ്യം കളിച്ച ലാസ്റ്റ് ഒരുപാട് കളിയെല്ലാം വിന്നായിട്ടുള്ള ഒരു ഫോർമേഷനാണ്. ഞാൻ ആ ഫോർമേഷനും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ആ ഫോർമേഷനിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പറയുക എങ്ങനെയുണ്ട് എന്ന് എന്നെ അറിയിക്കണം. കമൻറ്റിലൂടെ അടുത്ത വീഡിയോയിൽ അറിയിച്ചാലും മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് ഗോളി കീപ്പറാണ് നമ്മൾ നോക്കുന്നത്. നമ്മളൊരു ഗോളിനെ സെലക്ട് ചെയ്യണം. ഇതിന് പറ്റിയൊരു ഗോൾ കീപ്പർ, ലോങ് ബോൾ കൗണ്ടറിന് പറ്റിയൊരു ഗോൾ കീപ്പർ. ഈ ഫോർമേഷനിൽ ഈ ഒരു പ്ലേ സ്റ്റൈലിൽ കളിക്കാൻ പറ്റുന്ന ഗോൾ കീപ്പറായിട്ട് ഇപ്പോൾ നമുക്ക് പറ്റിയത് 2 പേരുണ്ട്. ഒന്ന് ഒളിവർ ഖാൻ ഉണ്ട്, അതേപോലെ കസ്ലസ് ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. ഇതിലെല്ലാവരും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതിന് മുന്നായിട്ട് നമുക്ക് മാനേജർ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മാനേജർ റൈക്കാർഡ് തന്നെയാണ്. ഇപ്പം എൻ്റെ അടുത്തുള്ളിൽ ഏറ്റവും ലോങ് ബോൾ കൗണ്ടറിന് പറ്റിയ മാനേജർ റൈക്കാർഡ് തന്നെയാണ്. അടുത്ത നമ്മളെ പൊസിഷന് വരുന്നത് നമ്മുടെ സി ബി ആയിട്ട് നമുക്ക് ഒരു ബിൽഡറും വേണം, ഡിസ്ട്രോയറും വേണം. ഡിസ്ട്രോയറാണ് കാനവാറോ, അതേപോലെ മാൽഡിനി, ബക്കംബോ ഒരു ബിൽഡപ്പാണ്. അതേപോലെ നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ സി ബി ബിൽഡപ്പാണ്. അപ്പോൾ അവന് ഇതിൽ ആഡാക്കാം. അതേപോലെ സി ബികൾ ഒരുപാടുണ്ട്, എനിക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ വാണ്ടിക്കാണ് നമ്മളെപ്പോഴും എല്ലാ കളിയിലും അധികം യൂസ് ചെയ്യുന്നതാണ്. അതിന് പറ്റിയൊരു നല്ല കളി നമ്മൾ വിശ്വസിച്ച് നിൽക്കാൻ പറ്റിയ വാണ്ടിക്കാണ്. അപ്പോൾ പിന്നെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരുപാടുണ്ട്. നമ്മൾ സി ബി ആയിട്ട് എല്ലാ പ്ലേയേഴ്സിനെയും നമ്മൾ കളിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അടുത്തത് എൽ ബി നമ്മളെ എപ്പോഴും എൽ ബിയിൽ മെയിനായിട്ട് നമ്മുടെ ആൾ തന്നെയാണ് കോസ്റ്ററിക്ക. അതേപോലെ എൽ ബിയിൽ ഇനിയിപ്പോൾ ഇല്ല, തന്നെയാണ് നമ്മളെ എൽ ബി. അടുത്ത നമ്മളെ ആർ ബിയിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയുള്ള നമ്മൾ ആശാൻ തന്നെയാണ് ആർ ബിയിലുള്ളത്. പിന്നെ ഉണ്ട് കഫോ, അതേപോലെ ഇവരെല്ലാം ഉണ്ട്. പക്ഷെ അവനെ തന്നെ നമ്മൾ കളിപ്പിക്കുന്നത്. പിന്നെ അടുത്ത പൊസിഷനിൽ നോക്കാം, ആർ ബി. അത് മതി, ആർ ബിയിൽ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കളിപ്പിക്കുന്നത്. പിന്നെ അടുത്ത പൊസിഷനിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ഒരു ഡി എം എഫ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾക്ക് എടുക്കാൻ ഇപ്പോൾ ഡി എം എഫിന് പറ്റിയ ഒരു നല്ലൊരു ആങ്കർ പ്ലെയർ ആയിട്ട് കാസമീറോ. അതേപോലെ നമ്മുടെ ഡി എം എഫിൽ മക്കളിൽ ഡി എം എഫ് പിന്നെ റൂബൻ വാസ്. ഇവൻ്റെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല, ഇവനെ കളിപ്പിച്ചിട്ടില്ല, ഇവനിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും കളിപ്പിച്ച് നോക്കണം, എന്നിട്ട് ഞാനത് എങ്ങനെയുണ്ടെന്ന് വീഡിയോയിൽ പറയുന്നതാവും. ഓക്കെ, പിന്നെ സബിലായിട്ട് നമുക്ക് കളിപ്പിക്കാം. കുഴപ്പമില്ലാത്ത പാസിംഗ് എല്ലാം ഉണ്ട് അവന്. ഓക്കെ, സബിൽ നിർത്താം. പിന്നെ അടുത്ത നമ്മളെ പൊസിഷന് വരുന്നത് സി എം എഫ് ആയിട്ട് നമുക്ക് കളിപ്പിക്കാൻ പറ്റിയതാണ്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല പാസിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ള പ്ലേയേഴ്സിനെ നമുക്ക് ലോങ് ബോൾ കൗണ്ടറിന് ആവശ്യമായിട്ടുള്ളത്. സി എം എഫ് ആയാലും എ എം എഫ് ആയാലും നല്ല പാസിങ് എബിലിറ്റി ഉള്ള പ്ലേയേഴ്സിനുമാണ്. ഓക്കെ, നമ്മുടെ നെഡ്വൻ
പിന്നെ നമ്മുടെ കക്ക ഉണ്ട്, മെസ്സി ഉണ്ട്. മെസ്സിനെ പൊതുവെ ഞാൻ ഫ്രണ്ടിലിട്ട് കളിപ്പിക്കില്ല. ഗുള്ളിച്ച് എവർഗ്രീൻ ആണ്. അതേപോലെ നമ്മുടെ കുറെ പേരുണ്ട്. AMF ആയിട്ട് കളിപ്പിക്കാൻ പറ്റിയ ഒരുപാട് പേരുണ്ട്. കുറെ പേരെ കളിപ്പിക്കുന്നില്ല. വെറൈറ്റി ടീമെല്ലാം കളിപ്പിച്ച് നോക്കണം. അടുത്തത് നമ്മുടെ SS ആയിട്ട് കളിപ്പിക്കാൻ പറ്റിയ ഒരാളെ വേണം. SS ആയിട്ടൊന്നും കുഴപ്പമില്ല, CF ആയിട്ടൊന്നും കുഴപ്പമില്ല. ഇനി എനിക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. മെസ്സി ഉണ്ട്, ഷിൻഷെങ്കോ ഉണ്ട്, പിന്നെ ഓവൺ ഉണ്ട്, പിന്നെ നമ്മളെ റുമിനിക്ക് ഉണ്ട്. പിന്നെ ഞാൻ ഈ സലാഹിൻ്റെ കാർഡ് എപ്പോഴും നമ്മൾ കളിപ്പിക്കുന്നതാണ്. അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെ ഇഷ്ടം ഇവരെല്ലാം നമുക്ക് എപ്പോഴും നല്ല വിശ്വാസത്തോടെ കളിപ്പിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. ഇനി അടുത്തത് പൊസിഷനിൽ പറ്റിയത് നമ്മൾ വെക്കാൻ പോകുന്നത് ഗെയിം CFൻ്റെ ഇതായിട്ട് വേണ്ട, നമുക്ക് കൺഫ്യൂഷനാണ് ഇപ്പൊ ഏത് പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നത്. തൽക്കാലം നമുക്ക് നമ്മുടെ ഡേവിഡ് സിൽവനെ കളിപ്പിക്കും. ഡേവിഡ് വില്ല. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പൊസിഷനാണ്. ആ പൊസിഷൻ്റെ ഓരോ ഇത് നിങ്ങൾ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ആ പൊസിഷന് എങ്ങനെയാണ് ഞാനത് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു പൊസിഷനാണ് ഇത്. ഫോർമേഷൻ പ്ലേയേഴ്സിന് വെക്കുന്നത് നിങ്ങൾ ആ ലൈൻ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ മതി, അടിപൊളിയാണ്. പിന്നെ ഡിഫെൻസിലായിട്ട് നമ്മളെ LB അതേപോലെ ആർമി നമ്മൾ അറ്റാക്കിംഗ് ഡിഫെൻസിൽ ഇട്ടാൽ മതി. പിന്നെ കൗണ്ടർ ടാർഗറ്റ് ആയിട്ട് 2 CFന് വെച്ചാൽ നല്ല പെർഫോമൻസ് ആണ് കളിയിൽ കിട്ടുന്നത്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ പുതിയ ചാനലാണ്, പുതിയ വീഡിയോസ് എല്ലാം ഇപ്പോൾ ഇട്ട് വരുന്നുള്ളൂ. നിങ്ങളെ പരമാവധി എത്രത്തോളം സപ്പോർട്ട് ഉണ്ടാവും അതേപോലെ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഗീവ് അവേ ഉണ്ട്, അത് നമ്മൾ ചെയ്യും. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടെന്നാൽ മതി. നമ്മളപ്പോൾ അതിൻ്റെ ഗീവ് അവേ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ എൻ്റെ ചാനലുണ്ട്, എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വിട്ടെന്നാൽ മതി. സബ്സ്ക്രൈബ് എത്രത്തോളം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഗീവ് കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുന്നതാണ്. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉപകാരമായിട്ടുള്ളത്. പരമാവധി വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഫുട്ബോളിനെ പറ്റിയുള്ള എല്ലാതും ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു സ്ക്വാഡ്. ഈ ഫോർമേഷൻ അല്ല, ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഫോർമേഷനിൽ ഞാൻ പറഞ്ഞ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞ ഫോർമേഷന്. അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിൽ പറയുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ മറക്കാതെ നമ്മളെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പുണ്ട് അതെല്ലാം ഷെയർ ചെയ്യുക. നമ്മൾ ഗീവ് അവേ ഉടനെ വരുന്നതാണ്. നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്.